സങ്കടമുണ്ട്. ഒരു പെണ്ണ് ജയിലിൽ പോകുന്നത് എനിക്ക് ഇഷ്ടമില്ല. പക്ഷെ എന്ത് ചെയ്യുക, നിവൃത്തിയില്ല. സ്ത്രീകൾ എന്നോട് ക്ഷമിക്കുക. നിങ്ങളുടെ സുഹൃത്തെന്നല്ല, തെറ്റിദ്ധരിച്ചേക്കല്ലേ, താമസിയാതെ ജയിലിലോട്ട് പോകും. പിണറായിയുടെ മകള് തന്നെയല്ല പോകാൻ പോകുന്നത്, പിണറായിയും പോകും കൂട്ടത്തിൽ. അതുകൊണ്ട് നിന്നില്ല, പിണറായിയുടെ മകനും ഭാര്യ ഉൾപ്പെടെ പോകും. അതായത് തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ ഒരു അപ്പാർട്ട്മെന്റ് പിണറായി ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് ഉണ്ടാക്കേണ്ടി വരും. ഇതിന് താമസമില്ലാതെ. ഈ പോക്ക് എത്ര അപകടകരമാണ്. ജാവേദ്കർജി കൂടി ഇരിക്കുന്നതോട് പറയുകയാണ്, സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ പിണറായി വിജയനും മകളും പ്രതികളാണ്. നിഷേധിക്കട്ടെ, ഞാൻ എല്ലാ സ്ഥലത്തും പറയാറുണ്ടല്ലോ, എനിക്കെതിരായിട്ട് ഒരു കേസ് കൊടുക്കാത്ത എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ആ സ്വർണ്ണക്കള്ളക്കടത്തിൽ മാത്രമല്ല, പിണറായി വിജയനും മകളും ഇവിടെ ഈ സംസ്ഥാനത്തെ ഏറ്റവും വലിയ കൊള്ള 40,000 കോടി രൂപയുടെ അഴിമതി നടന്നിരിക്കുന്ന കരിമണൽ ഖനനത്തിൽ മകൾ കുറ്റക്കാരിയാണെന്ന് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞില്ലേ? പിണറായി വിജയനും മകൾക്കും ഭാര്യയ്ക്കും മകനും ജയിലിലൊരു അപ്പാർട്ട്മെന്റ് തന്നെ പണിയണമെന്നാണ് PC ജോർജ് പറയുന്നത്. നമുക്കറിയാം, PC ജോർജ് പലപ്പോഴും വാക്കുകൾ കൊണ്ട് പിണറായിയെയും കുടുംബത്തെയും കടന്നാക്രമിക്കുന്നത് നമ്മളൊക്കെ കണ്ടിട്ടുള്ളതാണ്. ചിലത് കേസാകും, ചിലത് വലിയ വിമർശനങ്ങൾക്ക് ഇടവരുത്തും. ഇപ്പോൾ PC ജോർജ് പറയുന്ന കാര്യങ്ങൾ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണെങ്കിലും, മാസപ്പടി വിഷയത്തിലാണെങ്കിലും, എക്സാലോജിക് കമ്പനിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണെങ്കിലും ഒക്കെ പിണറായിക്കും മകൾക്കും ജയിൽവാസം തന്നെയാകും ഉണ്ടാകുന്നത്. പ്രകാശ് ജാവേദ്കർ ഇരിക്കുന്ന വേദിയിലാണ് രണ്ടുപേർക്കുമെതിരെ കേസെടുക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായെന്ന് PC ജോർജ് ആവർത്തിച്ചു പറയുന്നത്. ഈ തിരഞ്ഞെടുപ്പ് സമയത്ത് പിണറായിക്ക് വലിയ രീതിയിലുള്ള തിരിച്ചടിയാണ് പിണറായി കാരണം സഹാക്കന്മാർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒരിടത്തു പോലും മുഖ്യനെ കൊണ്ടുപോയി നിർത്തി പ്രചരണത്തിന് പോലും ഇറങ്ങാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്കാണ് ജനങ്ങൾ. മാസപ്പടി വിവാദവും പെൻഷൻ വിതരണവും ശമ്പളം മുടങ്ങിയതൊക്കെ പിണറായിയുടെ മുഖത്ത് നോക്കി ചോദിച്ചാൽ പിണറായി നിന്നിടത്ത് നിന്ന് ഉരുകിപ്പോകും. അതുകൊണ്ട് പ്രചരണത്തിന് പോലും മുഖ്യനെ ഇറക്കിയാൽ അവിടെ സീറ്റ് കിട്ടില്ല എന്നാണ് പല സഹാക്കന്മാരും രഹസ്യമായി പറയുന്നത്. എന്തായാലും PC ജോർജ് പറയുന്ന വാക്കുകളിൽ, ഇവിടുത്തെ മതേതര വിശ്വാസികളെ സംഘടിപ്പിച്ചുകൊണ്ട് ശക്തമായി നീക്കം നടത്താനുള്ള ഉത്തരവാദിത്വം NDA എന്ന് പറയുന്ന ഈ മുന്നണിക്കുണ്ട് എന്ന് നമ്മുടെ നേതൃത്വം മാത്രമല്ല, നിങ്ങൾ പ്രവർത്തകരും ബോധ്യപ്പെടണം എന്നാണ് എനിക്ക് അപേക്ഷിക്കാറുള്ളത്. ഇല്ലേ, ശരിയാവില്ല. മനസ്സിലായില്ലേ? വലിയ അപകടകരമായ നിലയിലേക്കായിരിക്കും വരുന്നത്. നമുക്ക് പോകണം, വളരെ ശക്തമായി നമ്മുടെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. സ്വാഭാവികമായി ഞാൻ ദീർഘമായി മറ്റു വിശദാംശങ്ങൾ കടക്കുന്നില്ല. സ്ഥാനാർത്ഥി വരാനുണ്ട്, വളരെയേറെ പ്രസംഗങ്ങൾ ഇവിടെ നടത്താറുണ്ട്. ആ നിലയ്ക്ക് ഞാൻ ദീർഘമായി നമ്മുടെ വനിതാ നേതാക്കന്മാരും വന്നിരിപ്പുണ്ട്. ആ നിലയ്ക്ക് ഞാൻ ദീർഘമായിട്ടൊന്നും പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം, ഈ പോക്ക് എത്ര അപകടകരമാണ്. ജാവേദ്കർജി കൂടി ഇരിക്കുന്നതോട് പറയുകയാണ്, സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ പിണറായി വിജയനും മകളും പ്രതികളാണ്. നിഷേധിക്കട്ടെ, ഞാൻ എല്ലാ സ്ഥലത്തും പറയാറുണ്ടല്ലോ, എനിക്കെതിരായിട്ട് ഒരു കേസ് കൊടുക്കാത്ത എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ആ സ്വർണ്ണക്കള്ളക്കടത്തിൽ മാത്രമല്ല, പിണറായി വിജയനും മകളും ഇവിടെ ഈ സംസ്ഥാനത്തെ ഏറ്റവും വലിയ കൊള്ള 40,000 കോടി രൂപയുടെ അഴിമതി നടന്നിരിക്കുന്ന കരിമണൽ ഖനനത്തിൽ മകൾ കുറ്റക്കാരിയാണെന്ന് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞില്ലേ? അത് കേന്ദ്ര ഗവൺമെന്റ് ഒന്നും ചെയ്തല്ല, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ്. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം അന്വേഷണം വന്നപ്പോ വളരെ വ്യക്തമായി തെളിഞ്ഞിരിക്കുകയാണ്. 1,72,00,000 രൂപ പിണറായി വിജയന്റെ മകൾ വാങ്ങിയതിന്റെ ഔദ്യോഗികമായ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിൽ കിട്ടിയിരിക്കുകയാണ്. SFIO അവർ അന്വേഷണം നടന്നപ്പോഴും അത് മനസ്സിലായി. ഇപ്പോ NIA കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിരിക്കുക. വലിയ താമസമില്ലാതെ. സങ്കടമുണ്ട്, ഒരു പെണ്ണ് ജയിലിൽ പോകുന്നത് എനിക്ക് ഇഷ്ടമില്ല. പക്ഷെ എന്ത് ചെയ്യുക, നിവൃത്തിയില്ല. സ്ത്രീകൾ എന്നോട് ക്ഷമിക്കുക. നിങ്ങളുടെ സുഹൃത്തെന്നല്ല, തെറ്റിദ്ധരിച്ചേക്കല്ലേ, താമസിയാതെ ജയിലിലോട്ട് പോകും. പിണറായിയുടെ മകള് തന്നെയല്ല പോകാൻ പോകുന്നത്, പിണറായിയും പോകും കൂട്ടത്തിൽ. അതുകൊണ്ട് നിന്നില്ല, പിണറായിയുടെ മകനും ഭാര്യ ഉൾപ്പെടെ പോകും. അതായത് തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ ഒരു അപ്പാർട്ട്മെന്റ്
പിണറായി ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് ഉണ്ടാക്കേണ്ടി വരുന്നതിന് താമസമില്ല. ഇതാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. നിങ്ങൾ ആലോചിക്കണം. അതിന് പിന്തുണ കൊടുക്കുന്നവരാ. ഇവിടുത്തെ കോൺഗ്രസ് പാർട്ടിയുടെ നയം എന്താ? കോൺഗ്രസ് പാർട്ടിയെ എതിർക്കാൻ ബാധ്യതപ്പെട്ടവരല്ലേ? യഥാർത്ഥ പ്രതിപക്ഷം എന്നതിൽ സംസാരിക്കേണ്ടത് പിണറായി വിജയന്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രാജ്യത്തെ ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ചുമതല ഏറ്റെടുക്കാനുള്ള ബാധ്യത വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിനും പ്രതിപക്ഷ MLA-മാർക്കും ഇല്ലേ? എന്തുകൊണ്ട് അവർ മിണ്ടുന്നില്ല? ഇടയ്ക്കും ഒന്നും മിണ്ടും, പിന്നെ കാണുകയില്ല. അതായത് പിണറായി വിജയൻ മേടിക്കുന്നതിന്റെ വീതം ഇവരാരെങ്കിലും മേടിക്കുന്നു എന്ന് നിഷ്പക്ഷമതികളായ ആളുകൾ പറഞ്ഞാൽ അവർ ചിരിക്കുകയല്ലാതെ മിണ്ടുകല എന്നത് ഉറപ്പാണ്. ഇതെങ്ങനെ പോകും ഇങ്ങനെ മുന്നോട്ട് പോയാൽ? ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ സത്യങ്ങളൊന്ന് ജനങ്ങൾ അറിയാൻ, ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ജനങ്ങൾ അറിയാൻ നിർബന്ധമായും ഒരു അംഗമെങ്കിലും നിയമസഭയിൽ ഉണ്ടാവണ്ടേ?